യേശു മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ബൊങ്കൈഗാവ് രൂപത ആസാമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള 8 ജില്ലകളാണല്ലോ, ഡിസ്ട്രിക്റ്റുകളാണ്. ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയ്ക്ക് പ്രത്യേകിച്ച്, എന്നാൽ പൊതു ആയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കും വിവിധ തരത്തിലുള്ള ലഹരി സാധനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലുണ്ടെന്നും അതുവഴി പല കുടുംബങ്ങൾ തകർക്കപ്പെടുന്നുണ്ടെന്നും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടെന്നും ഗാർഹിക പീഡനം ഒത്തിരി നടക്കുന്നുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ഈ രൂപതയുടേതായിട്ട് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതനുസരിച്ച് ഞങ്ങൾ HSM സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യും. അവർ വളരെ സന്തോഷമായിട്ട് വരികയും ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. ദ ഹാർവസ്റ്റ് എന്ന മിഷൻ പരമ്പരയിലെ ആസാം മിഷനിലുള്ള ബൊങ്കൈഗാവ് രൂപതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒർസിനി കെയർ ഹോം. ബൊങ്കൈഗാവിന് അടുത്ത് ഏകദേശം 3 കിലോമീറ്റർ അകലെ കിഷൻ ബസാർ എന്ന സ്ഥലത്താണ് ഈ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. हम मेडिटेशन शुरू हो रहा है. आप सब अपनी अपनी आँख बंद कर दीजिए. അമിതമായ മദ്യത്തിന്റെ ഉപയോഗം അസമിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥാപനം ബൊങ്കൈഗാവ് മിഷൻ രൂപത തുടങ്ങിയത്. ഇവിടെ സോമനസാലയും നിർബന്ധപൂർവവും വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അസ്വസ്ഥമായ മനസ്സുകൾക്ക് സമചിത്തത കൈവരുത്തുവാൻ വേണ്ടിയുള്ള പരിശീലനം നൽകുകയാണ്. വിഭിന്ന ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് ഏറെയും. സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഈ പ്രക്രിയ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള തിന്മകളെയും വികാര വിചാരങ്ങളെയും മാറ്റി മനസ്സിനെ ക്രിയാത്മകമാക്കുന്നു. ഇവർ തന്നെ മറന്ന് തങ്ങളുടെ സൃഷ്ടാവുമായി ഒന്നാകുന്ന നിമിഷങ്ങൾ. ഇതിലൂടെ ആത്മീയമായ ഉണർവാണ് ഇവിടുത്തെ അന്തേവാസികളായ ഈ യുവാക്കൾക്ക് ലഭിക്കുന്നത്. साइमन, आंख बंद कर दीजिए. गुड बॉय, गुड बॉय, गुड बॉय. सांस लेते सांस छोड़ते ईश्वर को ध्यान करिएगा. ईश्वर हमारा सृष्टिदाता, जीवनदाता, मुक्तिदाता हमारे दिल में, हमारे मन में. 2011 ബൊങ്കൈഗാവ് മിഷൻ രൂപത ഈ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിച്ചത്. ഈ പ്രവിശ്യയിൽ ഇങ്ങനെയൊരു സ്ഥാപനം ആകെ 2 അടുത്തുള്ള 3 ജില്ലകളിലേക്കായി ഒരേയൊരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടെങ്കിൽ അത് ഈ കേന്ദ്രമാണ്. യേശു ഹമാരാ ജീവൻ കാ ജ്യോതി ഹേ. ഇവിടുത്തെ പ്രദേശങ്ങളിൽ മിക്കയിടത്തും മദ്യമുണ്ടാക്കി വിറ്റ് ജീവിക്കുന്നവരാണ് അധികവും. തന്മൂലം ഇവിടങ്ങളിലെ മിക്ക യുവാക്കളും ഇതിൻ്റെ ദൂഷ്യം മനസ്സിലാക്കാനാവാതെ മദ്യത്തിന് അടിമകളായി മാറുന്നു. നല്ലൊരു ശതമാനം വ്യക്തികൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത്രയ്ക്ക് തകർന്നടിയുന്നു. അതോടൊപ്പം കുടുംബവും താറുമാറാകുമ്പോൾ സ്ഥിതി പരിതാപകരമാകുന്നു. കുടുംബങ്ങൾ നരകതുല്യമാകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ മിഷണറിമാർക്കായില്ല. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മിക്കവരും ദൈവാധീനം കൊണ്ട് എത്തപ്പെട്ടവരാണെന്ന് മിഷണറിമാർ പറയുന്നു. വില്ല ഒർസിനി. ഈ കോൺവെന്റിനോട് ചേർന്നാണ് ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്.
ഹോസ്പിറ്റലർ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസിനി സമൂഹത്തിൻ്റെ സ്തുത്യർഹമായ മേൽനോട്ടത്തിൽ ഈ ഡി അഡിക്ഷൻ സെൻറ്റർ ആസാം മിഷനിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ജയ് ജേസു. എൻ്റെ പേര് സിസ്റ്റർ മെറിൻ. ഞാൻ ഹോസ്പിറ്റലർ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ഈ സെൻറ്ററിലേക്ക് അനവധി യുവാക്കന്മാരും യുവതികളും മധ്യവയസ്കരും ആയിട്ടുള്ള അനേകർ പേർ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. മദ്യപാനം ഒരു രോഗമാണ്. ലോക ആരോഗ്യ സംഘടന അതിനെ നിർവഹിച്ചിരിക്കുന്നത് ഒരു രോഗമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ രോഗികളെ പരിചരിക്കാനുള്ള ഒരു ടീം തന്നെയുണ്ട്. ഫിസിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, നേഴ്സ്, സ്റ്റാഫ്, അറ്റൻഡേഴ്സ്. വി വർക്ക് ആസ് എ ടീം. ഞങ്ങൾ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായി ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള സ്റ്റാഫുണ്ട്, നേഴ്സുമാരുണ്ട്, കൗൺസിലേഴ്സുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ രോഗി സുഖപ്പെടുന്നതാണ്. ഒരു വ്യക്തി ആ വ്യക്തി ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് കൊടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം ഞങ്ങൾക്ക് എപ്പോഴും കാണുവാനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് പറയാൻ കഴിയും, ഏറ്റവും ലാസ്റ്റായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നയാളാണ് സൈമൺ. साइमन आंख बंद कर दीजिए. गुड बॉय, गुड बॉय, गुड बॉय. സൈമനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെ അടിമയാണ്. മദ്യപാനത്തിലൂടെ കടന്നുപോയി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം അവനൊരു കൊച്ചു കുട്ടിയെ പോലെയാണ്. ഇപ്പോഴും മദ്യപിക്കും, പുകയില കഴിക്കും. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് അവന് യാതൊരു നിശ്ചയമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളോടൊപ്പം വന്നതിന് ശേഷം അവൻ്റെ ഒത്തിരി ദുസ്വഭാവങ്ങൾ മാറ്റുവാൻ സാധിച്ചു. ഞങ്ങൾക്ക് അവനിലൂടെ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമോ അതുപോലെ ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവനെ മനസ്സിലാക്കി അവന് വേണ്ടി സമയം കൊടുത്ത് അവനോടൊപ്പം ആയിരിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ എന്താ പറയണമെന്ന്. അവന് മദ്യപാനം ഉപേക്ഷിക്കുവാനും നന്നായിട്ടൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ പ്രാപ്തനാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് സൈമൺ, അസമിലെ ബോഡോ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവാവ്. വാഹനാപകടത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റതുമൂലം ഭാഗികമായി ഓർമ്മ നഷ്ടപ്പെട്ടു. സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തീരെയില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധിക്കപ്പെട്ട വ്യക്തി. ബാത്റൂം ഏത്, ബെഡ്റൂം ഏത് എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടു. പലവട്ടം ചോദിക്കുമ്പോൾ മാത്രം തനിക്ക് ഭാര്യയും ഒരു കൊച്ചുമകളും ഉണ്ടെന്ന് ബുദ്ധിമുട്ടോടെ ഓർത്തു പറയുന്ന കുടുംബസ്ഥൻ. ചില സമയങ്ങളിൽ അമിതമായി ദേഷ്യപ്പെടുമെന്ന് സിസ്റ്റർ പറഞ്ഞു. സ്ഥിതി ഇത്രയ്ക്ക് സങ്കീർണമായതിനാൽ സിസ്റ്ററും മറ്റ് സ്റ്റാഫും സൈമണ് പ്രത്യേക കരുതൽ നൽകുന്നുണ്ടായിരുന്നു. ഒരു ദൈവ പൈതലിനെ എന്നോണം വാത്സല്യത്തോടെയുള്ള കരുതൽ. അങ്ങനെയാണ് ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികളും. ഞങ്ങൾ അവരെ രോഗികളെന്ന് ഒരിക്കലും വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവസ്നേഹമില്ലായ്മ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള തിരസ്കരണം, കുടുംബത്തിൽ നിന്നുള്ള തിരസ്കരണം മാത്രമാണ് അവരെ ഇന്ന് രോഗികളാക്കിയത്. ഒറ്റപ്പെടലിൽ നിന്നാണ് പലരും മദ്യപാനാസക്തി വളർത്തിയെടുത്തിട്ടുള്ളത്. മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹക്കുറവ് കൊണ്ടാണ് പലരും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളത്. ഇവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നതെന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ശാരീരിക ക്ഷമതയ്ക്കനുസൃതമായി 15 മുതൽ 20 ദിവസത്തെ ഡീടോക്സിഫിക്കേഷന് ശേഷമാണ് വിശുദ്ധ കുമ്പസാരത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ചികിത്സാ രീതി നൽകുന്നത്. ഡി അഡിക്ഷൻ സെൻ്ററിലെ കൗൺസിലിംഗ്. ലോകത്തിനു മുന്നിൽ കൊട്ടിയടച്ചുപോയ ഇവരുടെ മനസ്സ് പരിപൂർണമായി തുറക്കാൻ സഹായിക്കുന്ന ഒരു വേദി. ഒരു വ്യക്തിക്ക് കുറഞ്ഞത് 5 സിറ്റിംഗ് വേണ്ടിവരും. ആദ്യം ഇവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കി ക്ഷമയോടെ ഇവർ പറയുന്നത്
കൗൺസിലർ കേൾക്കുന്നു. തന്നെ ശ്രവിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന ബോധ്യം ഇവരുടെ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ സഹായിക്കുന്നു. കേട്ട കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം ഇവരെക്കൊണ്ട് തന്നെ കണ്ടെത്താൻ കൗൺസിലർ പരിശ്രമിക്കുന്നു. കൗൺസിലിങ്ങിലൂടെ ഒരിക്കലും പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നത്തെ സ്വയം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ക്ലയൻറ്റിന് സ്വായത്തമാക്കി കൊടുക്കുകയാണിവിടെ. മറ്റൊന്ന്, ഇവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെ ഇവരെക്കൊണ്ട് എഴുതിപ്പിക്കുക എന്നതാണ്. കുറേ നല്ല ക്രിയാത്മകമായ പദ്ധതികൾ സ്വയം ആസൂത്രണം ചെയ്യാൻ മദ്യത്തിന് അടിമയായിപ്പോയവരെ സഹായിക്കുന്നു. എഴുതുമ്പോഴുള്ള ഒരു ഗുണം, ആ എഴുതിയ സത്പ്രവൃത്തി ഇവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. അതോടെ അത് മറന്നുപോകാതെ ഇവരുടെ ജീവിതത്തിൽ തനിയെ പ്രാവർത്തികമാകുന്നതായി മിഷണറിമാർ പറയുന്നു. അങ്ങനെ എഴുതിയ കാര്യങ്ങൾ കൗൺസിലർ വായിച്ച് ഇവരുടെ പുരോഗതി വിലയിരുത്തുന്നു. കൂടാതെ ഇവരുടെ പെരുമാറ്റം, മറ്റുള്ളവരോടും സ്വന്തം ജീവിതത്തോടുമുള്ള സമീപനം എല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടുള്ള ചികിത്സാരീതിയാണ് ഇതിലൂടെ ഇവർക്ക് നൽകുന്നത്. അവസാനം പരിപൂർണമായ ശാന്തതയിൽ അവർ ചെന്നെത്തുന്നു. ലോകത്തിൽ ഏറ്റവും വലിയ ആനന്ദവും സമാധാനവും മദ്യത്തിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണെന്ന സത്യം അവർ തിരിച്ചറിയുന്നതോടെ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ ഏതാണ്ട് പൂർണ്ണമായി മോചനം പ്രാപിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതകരമായ ഉയർച്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന സാക്ഷ്യങ്ങൾ ആസാം മിഷനിൽ നിരവധിയാണ്. അതിലൊരാളാണ് ഈ നിൽക്കുന്ന പ്രവീൺ. മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ അസമിലെ അനേകം യുവാക്കൾ ലഹരിയിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു രൂപമാണ് പ്രിതം. 2ാം വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പയ്യൻ, 21 വയസ്സ് പ്രായം. അവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരനിലൂടെ അവൻ ഡ്രഗ്സ് എന്താണെന്ന് തിരിച്ചറിയുന്നു. ആ ഡ്രഗ്സ് കഴിച്ച് അവൻ അതിന് ആ ആസക്തിയിലേക്ക് അവൻ വളരുന്നു. അവസാനം അവന് കുടുംബമില്ല, അപ്പനില്ല, അമ്മയില്ല, പഠനമില്ല. അവൻ്റെ ജീവിതം മൊത്തത്തിൽ ദുരിതത്തിലായിരുന്നു. ആ സമയത്താണ് അവൻ ഈ സെൻറ്ററിനെ കുറിച്ച് അറിയുന്നതും ഇവിടേക്ക് കടന്നു വരുന്നതും. ദൈവവിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോയ ആ മകനെ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, അവൻ ഇന്ന് ഒരു നേർവഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ മയക്കുമരുന്നിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി എനിക്കൊരു പുതിയ ജീവിതം വേണം എന്നവൻ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ്. അടിമത്തത്തിലായ ഏതൊരു വ്യക്തിയും തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് മോചനം ലഭിക്കുന്നത്. അവൻ പിന്നീട് ലഹരി പദാർത്ഥങ്ങളെ വിസ്മരിക്കുന്നു. My name is Pritam Ramkhol and I'm from Tripura and I'm from a Christian family. Sister told that God loves you, you know, because of God loves you came here. So everyone who's in the center felt very close with me. They were very lovely. I wish I could go home, but because of their love, I could not go more because I really got love from here. So slowly I read Bible. What is this Bible means? My mind came to change about God. Before I was like, I didn't know anything about God being a Christian, but after coming here, sister explained me what is God, who is God, what does God do. And after that, I really feel my mind feel really comfortable. And then from now, I promise that I won't have a drugs, I won't have alcohol, I won't have anything. From now, my life is God's life. I will stay what God wants me to do. And then I will definitely complete my engineering. So please pray for me in your prayer. And then remember me in each and every prayer. Jai Jisu. तो वही हम लोग अभी स्टार्ट करते हैं. ഇതാണ് AA മീറ്റിംഗ്, അതായത് ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ്. इसलिए एक तालियां से हम लोग सबको स्वागत करते हैं. 12 പടികളിലൂടെയാണ് ഇതിൽ പങ്കെടുക്കുന്നവർ കടന്നു പോകേണ്ടത്. ആ 12 സ്റ്റെപ്സിൽ ചിലത് ഇവയാണ്.
താൻ ബലഹീനനാണെന്നും നിയന്ത്രണാതീതമായ മദ്യത്തിന് താൻ അടിമയാണെന്ന് തുറന്ന മനസ്സാലെ സ്വയം സമ്മതിക്കുന്നു ഈ കൂടിക്കാഴ്ചയിൽ. തങ്ങളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസം ഇവിടെ ഇവർ ഏറ്റുപറയുന്നു. ശേഷം തങ്ങളെ തന്നെ ദൈവസമക്ഷം വിട്ടുകൊടുക്കുന്നു എന്ന പ്രഖ്യാപനവും ഇവർ നടത്തുന്നു. മീറ്റിംഗിൻ്റെ അടുത്ത സ്റ്റെപ്പും കുമ്പസാരവുമായി സാമ്യമുള്ളതാണ്. തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ധാർമ്മിക നിലവാരത്തെപ്പറ്റി ഭയരഹിതമായി ആത്മപരിശോധന നടത്തി അത് മൂന്നാമത് ഒരാളോട് കൃത്യമായി ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതാണ് അത്. അടുത്തതായി തങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾ ദൈവം മാറ്റിത്തരുമെന്ന വിശ്വാസത്തോടെയുള്ള ഒരുക്കം. അങ്ങനെ ഏറ്റുപറച്ചിലുകളുടെയും മാനസാന്തരത്തിൻ്റെയും അതിനുശേഷം പരിഹാരം ചെയ്യാനുള്ള മനസാന്നിധ്യം സൃഷ്ടിച്ചെടുക്കുകയുമൊക്കെയാണ് ഈ AA മീറ്റിങ്ങിലൂടെ. ലോകമെമ്പാടും അനേകം അംഗങ്ങളുള്ള കൂട്ടായ്മയുടെ വേറിട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ലഹരിമോചനം സാധ്യമാവുന്നത്. ലോകത്തിലാദ്യമായി ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് 1935 അമേരിക്കയിലുള്ള ബില്ലും ഡോക്ടർ ബോബും അമിത മദ്യപാനികളായിരുന്നു. ഇവർ ആകസ്മികമായി കണ്ടുമുട്ടിയപ്പോൾ അവരുടെ വേദനകൾ അന്യോന്യം പങ്കുവച്ചു. തന്മൂലം മദ്യത്തോടുള്ള ആസക്തി തങ്ങളിൽ കുറഞ്ഞു വന്നതായി ബില്ലും ബോബും അത്ഭുതകരമായി കണ്ടെത്തി. ആ കണ്ടെത്തൽ ലോകമെമ്പാടും വൻ സ്വീകാര്യത ലഭിച്ചു. വിഷമതകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ലോകമെമ്പാടും അംഗങ്ങളുള്ള വലിയ ഒരു കൂട്ടായ്മയായി മാറി. മയക്കുമരുന്നിൻ്റെ അടിമയാകപ്പെട്ട ഒട്ടനവധി യുവാക്കന്മാരും യുവതികളും ഈ വടക്ക് കിഴക്കൻ മേഖലയിലുണ്ട്. ആസാമിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളായ ത്രിപുര, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ് അവിടങ്ങളിൽ നിന്ന് പോലും രോഗികൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാം മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ദൈവം ആരാണെന്നറിയാതെ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളത്. ബൈബിൾ വായനയിലൂടെയും പങ്കുവെക്കലിലൂടെയും കൊന്ത നമസ്കാരത്തിലൂടെയും ധ്യാനത്തിലൂടെയും മറ്റ് പ്രാർത്ഥനാ രീതികളിലൂടെയും ഈ മക്കളെ ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ കണ്ടെത്തിയ അനുഭവിച്ചറിഞ്ഞൊരു സത്യം ഇതാണ്. അവർ ഓരോരുത്തരും മദ്യപാനികളായതും മദ്യപാനത്തിന് അടിമയായതും കുടുംബങ്ങളിൽ നിന്നുള്ള തിരസ്കരണം, സ്നേഹത്തിൻ്റെ അഭാവം, ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയതുകൊണ്ടുള്ള ഒരു കുറവായി ഞാൻ കാണുന്നു. അവർ അവിടെ വന്നതിന് ശേഷം സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയും അവരെ തന്നെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെയും ക്രിസ്തു സ്നേഹം പങ്കുവയ്ക്കുന്നതിലൂടെയും അവർ ആരാണെന്ന് തിരിച്ചറിയുന്നു. അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. അവരുടെ പഴയ ജീവിതകാലങ്ങൾ പുറകോട്ട് ഉപേക്ഷിച്ച് മുന്നിലേക്ക് നോക്കാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇന്ന് ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരു കുടുംബാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. പലരും സാധാരണ ജീവിതത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സിസ്റ്ററുമായി കൗൺസിലിങ്ങിൽ കണ്ട പ്രവീൺ ഇന്ന് കച്ചവടമൊക്കെ നടത്തി കുടുംബത്തോടൊപ്പം സസന്തോഷം കഴിയുന്നു. പ്രീതം തൻ്റെ ഡിപ്ലോമ പൂർത്തീകരിക്കാൻ അത്യുത്സാഹത്തോടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ സൈമൺ. എല്ലാവരും സൈമണ് വേണ്ടി പ്രാർത്ഥിച്ചും അവനെ സ്നേഹിച്ചും പറ്റാവുന്ന രീതിയിൽ അവനെ സഹകരിപ്പിച്ചും സൈമൺ സാവകാശം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മറ്റു വ്യക്തികളെപ്പോലെ ചുറുചുറുക്കും ഉന്മേഷവും വേണമെന്ന സ്ഥിരമായ ചിന്ത ഉടലെടുക്കാൻ സൈമൺ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും കുട്ടിത്തം നിറഞ്ഞ സൈമണെ വളരെ ഇഷ്ടമാണ്. ഓർമ്മശക്തി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ചിരിക്കാതിരുന്ന സൈമൺ സാവധാനം ചിരിക്കാൻ ആരംഭിച്ചതും വലിയ മാറ്റമുണ്ടാക്കി. സ്വന്തം ജീവിതത്തെയും സാഹചര്യത്തെയും പരിമിതികളെയും സൈമൺ ഇഷ്ടപ്പെട്ടു തുടങ്ങി.
ഒരിക്കലും നേരെയാകില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും സൈമണെക്കുറിച്ച് പറഞ്ഞിരുന്നത് മാറ്റി പറയാൻ തുടങ്ങി. ഒരിക്കൽ സൈമൺ തൻ്റെ ഹൃദയം തുറന്ന് വിഷമതകൾ പങ്കുവച്ചത് ആസാം മിഷൻ ഇന്നും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. സൈമൺ ഇപ്പോൾ മദ്യത്തോട് എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് തലയിലുണ്ടായ പരിക്കിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ നാട്ടിൽ തൻ്റെ ഭാര്യയോടും മകളോടുമൊപ്പം ഇന്ന് സൈമൺ സന്തോഷമായി കഴിയുന്നു. ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സൈമൺ മുന്നേറുന്നു. അനേകം പേർ ഈ ശുശ്രൂഷ സ്വീകരിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് ഇന്ന് നല്ല ജീവിതം നയിക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ്. കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനും ഭിന്നമാക്കപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത് ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും അപ്പനെയും അമ്മയെയും മക്കളെയും സഹോദരങ്ങളെയും ഒന്നിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സന്യാസ സമൂഹം ഈ പ്രവർത്തന മേഖലയിൽ ആസാമിൽ മാത്രമല്ല ബാംഗ്ലൂരും ആന്ധ്രയിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും ഞങ്ങളുടെ സന്യാസിനി സഹോദരിമാർ ഈ പ്രവർത്തന മേഖലയിൽ വിജയം കണ്ടെത്തുന്നുണ്ട്. There's a beautiful place in the world, Northeast India. There is mist and magic in the air, Northeast India. From the terror